ശ്രീ KVS ഹരിദാസ് വളരെ വ്യക്തമാണ് വാക്കുകൾ, വളരെ ശക്തവും. ഇവിടെ നമ്മൾ കാണേണ്ടത് നാളെ മുതൽ അമേരിക്കയിൽ നടക്കാൻ പോകുന്ന ഒരു നീക്കത്തെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ട്രംപിനെ പോലുള്ള ഒരു നേതാവിനല്ലാതെ അത്തരം ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നാളെ അദ്ദേഹം പറഞ്ഞത് എന്താ? നാളെ മുതൽ അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ച് പുറന്തള്ളും. 3 കോടി ഉണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. യഥാർത്ഥത്തിൽ അന്വേഷിച്ചു വന്നാൽ അത് എത്രയാകും എന്നത് ആർക്കും വലിയ പിടിപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 കോടി പേരെ അമേരിക്കയിൽ നിന്ന് പിടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് നൽകുന്നൊരു മെസ്സേജ് എന്തായിരിക്കും? അതിൻ്റെ ഒരു ഭയാനകത ഒന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കയെ ക്ലീൻ ചെയ്യാനുള്ള ശുദ്ധീകരിക്കാനുള്ള ഒരു പുറപ്പാട് അത് അദ്ദേഹത്തിൻ്റെ ഡിസിഷനിലുണ്ട്. 1. 2, അദ്ദേഹം ഊന്നി പറഞ്ഞത് എന്താ? ലോ ആൻഡ് ഓർഡർ കുറച്ചുകൂടി മികച്ചതാക്കണം. ഇന്ന് മോശമാണ്. നമ്മളിവിടെ കാണേണ്ടത് കഴിഞ്ഞ 4 വർഷം ബൈഡൻ്റെ ഭരണകാലഘട്ടത്തിൽ അമേരിക്ക പലതിൻ്റെയും കൂത്തരങ്ങായിട്ട് മാറി. പലപ്പോഴും നമ്മളൊക്കെ ഇന്ത്യയിൽ പോലും നിരോധിച്ചിട്ടുള്ള ചില ശക്തികൾ, ഇപ്പോൾ ഖാലിസ്ഥാൻവാദികളായിക്കോട്ടെ, ഇസ്ലാമിക തീവ്രവാദികളായിക്കോട്ടെ, അവർക്കൊക്കെ അഴിഞ്ഞാടാൻ അമേരിക്കയിൽ വാഷിങ്ടണിലെ നഗരത്തിലും മറ്റും അഴിഞ്ഞാടാനുള്ള അവസരം കൊടുത്തത് ബൈഡൻ്റെ ഭരണകൂടമായിരുന്നു. അമേരിക്കൻ ജനത തന്നെ പൊറുതിമുട്ടിയിരുന്നു. ആ 4 വർഷം ഇത്ര ദുർബലമായ ഒരു ഭരണകൂടം, ഇത്ര മാത്രം കാര്യക്ഷമമല്ലാത്തൊരു ഭരണകൂടം, അതിൻ്റെ കൂടി വിജയമാണ്, വലിയ വിജയമാണ് ട്രംപിന് കിട്ടിയത്. ആ ജനപിന്തുണ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, എന്താണ് അതിൽ നിന്നുള്ള മെസ്സേജ് എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം നീക്കങ്ങളിലേക്ക് ആദ്യം മുതലേ കടക്കുന്നത്. പിന്നെ ഈ ഭരണതലത്തിലുള്ള ശുദ്ധീകരണത്തെക്കുറിച്ച് ഇപ്പോൾ നേരത്തെ താങ്കൾ ചോദിച്ചു അതിനെക്കുറിച്ച്. ഇത് നരേന്ദ്രമോദി 2014 വന്നപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ചതാണ് ഒരർത്ഥത്തിൽ. നമ്മുടെ IAS കേഡറിനെ മാത്രം വിശ്വസിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. കാര്യക്ഷമമായിട്ട് കൃത്യനിർവഹണം നടത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന അദ്ദേഹവും ഇവിടെ നടത്തി. ജോയിൻറ്റ് സെക്രട്ടറിമാരുടെ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റൊക്കെ തുടങ്ങിയത് മോഡി ആ കാലഘട്ടത്തിലാണ്. മാത്രമല്ല ഓരോ പദ്ധതിയും നേരിട്ട് നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം PMOയിൽ അദ്ദേഹം ഉണ്ടാക്കിയത് നമ്മൾ മറന്നുകൂടാ. അപ്പോൾ അങ്ങനെ ഭരണതലത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അഡ്മിനിസ്ട്രേഷൻ കൃത്യമാവണം, കാര്യക്ഷമമാകണം എന്നുള്ള ചിന്ത നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതേ പാതയിലേക്കാണ് ട്രംപും എത്തുന്നത് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ എലോൺ മസ്കിനെ പോലുള്ള ഒരാൾ അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കച്ചവടക്കാരനാണ്, നല്ല ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് എങ്ങനെ എവിടെ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു ഗുണം ഒരു പക്ഷേ വളരെ വേഗത്തിൽ അമേരിക്കയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. വേറൊന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയ ഒരു കാര്യം, അമേരിക്ക ഇന്നൊരു ലോകശക്തി തന്നെയാണ്. അംഗീകരിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. ചൈന തൊട്ടടുത്തുണ്ട്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ അതേ സമയത്ത് തന്നെ ഇന്നലെ രാത്രി ഡിന്നർ പ്രോഗ്രാമിൽ ട്രംപ് പ്രഖ്യാപിച്ചത് എന്താ? ഐ വിൽ ബി വിസിറ്റിംഗ് ചൈന വെരി സൂൺ എന്നാണ്. ചൈനീസ് പ്രീമിയറുമായിട്ട് അദ്ദേഹം ഇന്നലെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പഴയ ഒരു പിടിവാശി വിട്ടിട്ട് റിലേഷൻഷിപ്പ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അത് അമേരിക്കയുടെ താല്പര്യത്തിന് അനുസൃതമായി കൊണ്ടുപോകുന്ന വിധത്തിൽ നീക്കാനുള്ള ഒരു ശ്രമം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. അത് ലോകസമാധാനത്തിന് തന്നെ ഗുണകരമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന റഷ്യയും ആയിട്ടുള്ള നടക്കുന്ന യുദ്ധം അത് അവസാനിപ്പിക്കും ഞാൻ. ഒരു 3rd വേൾഡ് വാറിനുള്ള അന്തരീക്ഷമുണ്ട്, അത് ഞാൻ അനുവദിക്കില്ല. അതേപോലെ തന്നെ ഗൾഫ് റീജിയണിലുള്ള അസമാധാനം, അതിന് പരിഹാരം കാണും. ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷയോടെ, ലോകം പ്രതീക്ഷയോടെ ട്രംപിനെ നോക്കിക്കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. ഗാസയിൽ നിന്ന് നമ്മളിന്നൊരു സമാധാനത്തിൻ്റെ സന്ദേശം കേട്ടത് ട്രംപ് അധികാരത്തിലേക്കുന്നത് കൊണ്ടുകൂടിയാണെന്ന് മറന്നുകൂടാ. കാരണം ഗാസ
അവിടുത്തെ ഭീകരവാദ പ്രസ്ഥാനം ഏതാണ്ട് തകർന്ന് തരിപ്പണമായി, ഹമാസ് ഏതാണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു സമാധാനത്തിന് അവസാനം കൂടി ശ്രീ ഹരിദാസ് അങ്ങയിലേക്ക് മടങ്ങി വരാൻ